സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുന്നതിനിടെ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നു. ഒരാഴ്ചക്കിടെ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്കാണ് സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് ജീവൻ നഷ്ടമായത്. കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാനും ഇര തേടിയും വിഷപ്പാമ്പുകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്കും വീടുകൾക്കുള്ളിലേക്കും കയറുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നത്. തുടർച്ചയായ മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആരോഗ്യവകുപ്പ് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സ്ഥിതിഗതികളുടെ ഗൗരവം കണക്കിലെടുത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. പാമ്പ് കടിയേറ്റാൽ ഉടൻ തന്നെ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ആന്റിവെനം അഥവാ പാമ്പിൻ വിഷത്തിനെതിരെയുള്ള ജീവൻ രക്ഷാ മരുന്ന് ഇല്ലാത്ത ആശുപത്രികളിൽ പോയി വിലപ്പെട്ട സമയം പാഴാക്കരുതെന്ന് മന്ത്രി പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. നിലവിൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് തല ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിലുമായി 146 ആശുപത്രികളിൽ ഈ മരുന്ന് ലഭ്യമാണ്. പാമ്പ് കടിയേറ്റാൽ ഉടൻ തന്നെ കനിവ് 108 ആംബുലൻസ് സേവനം പ്രയോജനപ്പെടുത്തണം. ഇതിലെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാർക്ക് കൃത്യമായ പ്രഥമ ശുശ്രൂഷ നൽകാനും ആന്റിവെനം ലഭ്യമായ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ കാലതാമസമില്ലാതെ എത്തിക്കാനും സാധിക്കും. പാമ്പ് കടിയേറ്റ വ്യക്തിയെ സമാധാനിപ്പിക്കുക. ഭയവും പരിഭ്രാന്തിയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും അതുവഴി വിഷം ശരീരത്തിൽ വേഗത്തിൽ പടരാൻ കാരണമാവുകയും ചെയ്യും. കടിയേറ്റയാളെ യാതൊരു കാരണവശാലും നടക്കാനോ ഓടാനോ അനുവദിക്കരുത്. സ്ട്രക്ചറിലോ വാഹനത്തിലോ കിടത്തി വേണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ. കടിയേറ്റ ഭാഗത്തിന് മുകളിലായി കയറോ തുണിയോ ഉപയോഗിച്ച് ഇറുകി കെട്ടാൻ പാടില്ല. ഇത് വിപരീത ഫലം ചെയ്യും. രോഗലക്ഷണങ്ങളുടെയും ലാബ് പരിശോധനകളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനം പുറത്തിറക്കിയ കൃത്യമായ ചികിത്സാ പ്രോട്ടോകോൾ പാലിച്ചു മാത്രമേ രോഗികളെ പരിചരിക്കാവൂ എന്ന് സർക്കാർ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേനൽക്കാലത്ത് പാമ്പുകൾ തണുപ്പും ഇരയെയും തേടി വീടുകൾക്കുള്ളിലേക്ക് വരാൻ സാധ്യത കൂടുതലായതിനാൽ ചുറ്റുപാടുകൾ ശുചിയായി സൂക്ഷിക്കാനും ഇരുട്ടുള്ള ഇടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.